രണ്ടുപേരും അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ശരിക്ക് മാപ്പ് ചോദിക്കുക, നബിയെ പൊരുത്തപ്പെട്ടു തരണം, ഞങ്ങളിത് ചോദിച്ചത് തെറ്റായിപ്പോയി നബിയെ. കാരണം ഇവരൊന്നും കഥയറിഞ്ഞില്ല. അപ്പോ റസൂലുള്ള പറഞ്ഞു, അത് പോവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊരുത്തപ്പെടാം, അതൊന്നുമല്ല വിഷയം. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? റസൂലുള്ള ചോദിക്കുകയാണ്, ഇന്ന് ഭക്ഷണം കഴിച്ചോ? നന്നായി കഴിച്ചോ? ഇവർ പറഞ്ഞു നന്നായി കഴിച്ചു നബി, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, ഒന്ന് നന്നായി അങ്ങ് കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാലേ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ സൂറത്തു തകാസുറിലെ അവസാനത്തെ ആയത്തോർത്തോ. നബി തങ്ങൾ ചോദിക്കുകയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, അന്ന് പരലോകത്ത് വെച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ സുഖിച്ചുപോയ സുഖാഡംബരങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നിങ്ങൾ കൂട്ടാൻ കൂട്ടി ചോറ് തിന്നത് അല്ലാഹു ചോദിക്കും. നിങ്ങൾ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു ചോദിക്കും. നല്ല നിലക്ക് തുണി ഉടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചോദിക്കും. നല്ല ആരോഗ്യം തന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു തആല അത് നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അല്ലാഹു ചോദിക്കും. ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, ഭക്ഷണം ചോദ്യം ചെയ്യപ്പെടും, വെള്ളം ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ സുഖ സൗകര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ഇത്തിന്ന ഭക്ഷണത്തിന് നാളെ മറുപടി പറയേണ്ടി വരും സഹാബ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് ഇത് കേട്ടപ്പോഴേക്ക് കൈ വായിലേക്ക് ഇടാൻ, നബിയെ അങ്ങനെയാണെങ്കിൽ ഈ ഹലാക്കിന് ഞാനില്ല. വിശന്നപ്പോൾ നല്ല ഭക്ഷണം കണ്ടപ്പോൾ അങ്ങ് തിന്നുപോയി. ഇതും ചോദ്യം ചെയ്യുന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. നല്ല ഇറച്ചിയും പത്തിരിയും തിന്നത് ചോദ്യം ചെയ്യുമോ? എന്തിനാ സഹാബ ഇറച്ചിയും പത്തിരിയും? വെള്ളം കുടിക്കാൻ, ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാം, അതിന് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് അനുമതിയുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഇമാം റാസി പറഞ്ഞത് കാണാം, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന ആയത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം കുടിക്കാം. ഈ സംഭവം പറഞ്ഞത് ഇമാം റാസി അല്ല, ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം കുടിക്കാം. അതിനപ്പുറം കുടിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞോളണം അള്ളാഹുവിനോട്. ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം, അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും കഷ്ടിച്ച് ജീവൻ അങ്ങനെ ഒത്തുപോകും. രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അള്ളാഹിനോട് മറുപടി പറഞ്ഞോളണം. ഇതെത്ര കടുപ്പുള്ള സംഗതിയാ, ഇതെത്ര ബേജാറുള്ള സംഗതിയാ, നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇത്. അപ്പോ നമ്മളൊക്കെ എന്താ അഞ്ചൂട്ടാനില്ല ഞാൻ നമുക്ക് ചോറിറങ്ങുമോ? ശരിക്കും ചിന്തിക്കണം. ഇത് തിന്നാൻ പറ്റൂല എന്നൊന്നല്ല പറഞ്ഞത്, കൂട്ടാണ്ടാക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, പക്ഷെ ബോധം വേണം. ഇത് കേട്ടപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനു, അങ്ങനെ നജസ്സകത്തായാൽ ഛർദ്ദിച്ച് പരിചയമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ വയറ്റിൽ ഈ ഭക്ഷണത്തിന് പാസില്ല, കാരണം എനിക്ക് ഈ അദാബ് താങ്ങാനാവില്ല നബിയെ, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ ഇപ്പം ഛർദ്ദിക്കും. നബി പറഞ്ഞു, അപകടങ്ങളൊന്നും ഉണ്ടാക്കല്ല സിദ്ദീഖേ, ഓഖാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാ. നാളെ റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭക്ഷണം നിങ്ങൾക്ക് എത്രയും തിന്നാം എന്ന് പറഞ്ഞാൽ മിതമായിട്ട് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് ഉടുപ്പ് ധരിക്കാം, നിങ്ങൾക്ക് ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആവാം, വാഹനമാവാം, വീടാവാം, ഭക്ഷണമാവാം, പക്ഷെ അതിനൊന്നുമല്ല എതിർപ്പ്. അതൊക്കെ നിങ്ങൾ എന്തിനു ഉപയോഗപ്പെടുത്തി എന്ന് അല്ലാഹു ചോദിക്കും. നിങ്ങളുടെ വാഹനം നിങ്ങൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയത്? അല്ലാഹു ചോദിക്കും. നിങ്ങളെ ഭക്ഷണങ്ങൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയോ? അല്ലാഹു ചോദിക്കും. നല്ലതിനു വേണ്ടി നിങ്ങളത് ഉപയോഗപ്പെടുത്തിയോ? ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ? അല്ലെങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ആരോഗ്യം, ഭക്ഷണം, വെള്ളം, എല്ലാറ്റിനും മറുപടി പറയേണ്ടി വരും. അപ്പൊ ശരിക്ക് മനുഷ്യൻ ഇതാ റബ്ബിനോട് ശരിക്കും പൂർണ്ണാർത്ഥത്തില് മനുഷ്യൻ നന്ദി കെട്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവരോട് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഇവര് ചോദിച്ചു, അല്ല നബിയെ ഇത്രയും കടുപ്പുള്ളതാണെങ്കിൽ സംഗതി വിഷമാണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, ഇതൊക്കെ ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇനി നിങ്ങൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ മുണ്ട്, അള്ളാഹു തരുന്ന ആനുകൂല്യങ്ങളൊക്കെ 75% എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞത് അതിൻ്റെ അക്സർ എന്നാണ്. അതിൻ്റെ അധിക ഭാഗവും ഭൂരിഭാഗവും ആ ചോദ്യം സിമ്പിളാക്കി തരാൻ ഞാനൊരു പരിഹാരം പറയാം. ഇവർ ചോദിച്ചു, അതെന്താ നബിയെ? നബിതങ്ങൾ കൊടുക്കുന്നത് ഒരു ഒറ്റമൂലിയാണ്. എന്താ നബിതങ്ങൾ പറഞ്ഞത് എന്നറിയോ? നിങ്ങൾ ഖുലൂ അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പം മനസ്സിൽ തട്ടി അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ചെല്ലുന്നതിൻ്റെ പ്രസക്തിയാപ്പത്. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കുറേ നിങ്ങളോട് നന്ദിയുള്ളവരുടെ ലിസ്റ്റിൽ അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തുന്നു. അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ, ഹംദില്ല, ഫർള് നിസ്കരിക്കുക, റവാത്തിബ് സുന്നത്തുകൾ, മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുക, ഇതിലൊക്കെ നിങ്ങൾ സജീവമാകുക. നന്ദി പ്രകടനം.
ആ നന്ദി പ്രകടനത്തെക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് കരുതിയിരുന്നു, വിശാലമായൊരു ചർച്ച ചെയ്യണമെന്ന് കരുതിയിരുന്നു. നടക്കില്ല, സമയം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആ ഒരൊറ്റ ആയത്തും കൂടെ ഓതിയിട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാ രംഗത്തും നിങ്ങൾ നന്ദി കാണിക്കണം ചെറുപ്പക്കാരെ. എവിടെയും നമ്മൾ പിന്നിലാവാൻ പാടില്ല, മുഴുവനായിട്ട് നമ്മൾ മുമ്പിൽ തന്നെ വരണം. ലൗ നശാ അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അള്ളാഹു ചോദിക്കുക, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വേറൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന. ആ തീ ഉൽപാദിപ്പിക്കുന്ന മരം, നിങ്ങൾ തീ ഉണ്ടാക്കുന്ന മരം, ആ മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ അതോ നമ്മളാണോ? അള്ളാഹു ചോദിക്കുന്നു, മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ നമ്മളാണോ? ആ പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾ? അന്ന് അവർ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്കായിരുന്നു കൂട്ടുതല്ലിത് ഉപകാരപ്പെട്ടിരുന്നത്. തീ കിട്ടാതെ കുടുങ്ങിപ്പോകുമ്പോൾ അവർ ആ മരത്തിൻ്റെ 2 ഓടകൾ അത് പരസ്പരം തമ്മിൽ ഉരസിയിട്ട് അതിൽ നിന്ന് തീ പാളും. അങ്ങനെയായിരുന്നു തീ കത്തിച്ചിരുന്നത്. അപ്പം അള്ളാഹു ചോദിച്ചു, തീ തന്നത് നിങ്ങളാണ്, കത്തിക്കുന്നത് അല്ല തീ തൂറൂൻ, കത്തിക്കുന്നത് നിങ്ങളാ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കത്തിക്കുന്നത് നിങ്ങൾ, ദൊരസി കത്തിക്കുന്നത് നിങ്ങളാ. പക്ഷെ അത് കത്തിക്കാനുള്ള മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ ഞാനാണോ? അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ? അപ്പൊ ഇവിടെ അന്ന് അവരോട് മരം എന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് തീ ഉൽപ്പാദിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. തീപ്പെട്ടി ഉണ്ടാക്കാൻ അതിന്റെ അടിസ്ഥാനപരമായ വിഷയം ഏതായെങ്കിൽ അത്, തീയുണ്ടാക്കാൻ ആവശ്യമായ സാധനം അതുണ്ടാക്കിയത് നിങ്ങളാണോ ഞാനാണോ? ഞാൻ ചെയ്തു തന്നപ്പോൾ, ഉണ്ടാക്കി തന്നപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു, അത്രയല്ലേ ഉള്ളൂ. അള്ളാഹു